നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ ബിസിനസ്മാൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ ചെറിയൊരു ചെറിയൊരു മാളികയും ചെറിയൊരു കടയുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വർഷങ്ങൾ മിച്ചം പിടിച്ച കാശും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സ്വർണ്ണങ്ങൾ പണയം വെച്ച കാശുമായി അദ്ദേഹം കുറച്ചുകൂടി വിപുലീകരിച്ച് ആ കട നടത്തുകയാണ്. അങ്ങനെ ആ കട വലുതായി 2-3 ബ്രാഞ്ചായി അദ്ദേഹം വളരുകയാണ്. അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹം ആ വന്ന വഴി അദ്ദേഹം മറന്നില്ല. ആ വന്ന വഴിയിൽ അദ്ദേഹത്തിന് സഹായിച്ചവരെല്ലാം അദ്ദേഹം സഹായിക്കുകയാണ്. ഈ സഹായിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന്, അതായത് ആ കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ആ കടയിൽ നിന്നും റിട്ടയറായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇതിനെല്ലാം സഹായിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളൊരിക്കലും ഈ ബിസിനസ്സിൽ നിന്ന് റിട്ടയർമെൻറ്റ് എന്നുള്ള സാധനമില്ല. നമ്മൾ മറ്റുള്ളൊരു സക്സസർ അല്ലെങ്കിൽ ഒരു പ്രിഡിസസറിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും അതൊരു മാറ്റമല്ല. നമ്മൾ ആ കമ്പനിയിൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ആ കമ്പനിയിൽ ഉണ്ടാവുക. അങ്ങനെ പതുക്കെ കുറേ നാൾക്ക് ശേഷം നമുക്ക് ആ കമ്പനിയിൽ നിന്നും മാറി ഈ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ആവുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വരെ അതിൻ്റെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ആ ഫീൽഡിൽ നിൽക്കാൻ ശ്രമിക്കുക. Every time we should be in an energetic mood to watch the consequences of the business. അപ്പം പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും. നന്നായി വരിക. ഡു ബിസിനസ്. എപ്പോഴും സ്റ്റേ ഫോക്കസ് ആൻഡ് ഡോണ്ട് ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ്. Focus on the future of the company always. Okay.